നിയമാനുസൃതമായ ഇളവുകൾ നൽകലല്ലാതെ ഏതെങ്കിലും ഒരു കേസിലെ പ്രതികൾക്ക് പ്രത്യേകമായ ഇളവ് നൽകാൻ ആർക്കും അധികാരമില്ല. ജയിൽ വിടുതലാണെങ്കിൽ നമ്മുടെ CRPCയിലെ 432-ാം ചട്ടമനുസരിച്ച് സെഷൻസ് ജഡ്ജിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ജയിൽ ഉപദേശക സമിതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അനൗദ്യോഗിക അംഗങ്ങളുമുള്ള ഉപദേശക സമിതിയുടെ ശുപാർശയിന്മേലാണ് പിന്നീട് ക്യാബിനറ്റ് നിയമപരിശോധന ഒക്കെ പൂർത്തീകരിച്ച് ഇളവ് നൽകേണ്ടത്. അതിന് നിലവിൽ തന്നെ നിയമവും വ്യവസ്ഥയുമുണ്ട്. പ്രത്യേകമായി ഏതെങ്കിലും ഒരു കേസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇളവ് നിലവിലുള്ള സർക്കാരിൻ്റെ പൊതു തീരുമാനമോ വ്യവസ്ഥയോ നിയമമോ ലംഘിച്ചുകൊണ്ട് കൊടുക്കാൻ പാടില്ല. എൻ്റെ സ്റ്റാൻഡ് പറഞ്ഞു. അല്ല എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. പാർട്ടിയുടെ നിലപാട് ചട്ടപ്രകാരമല്ലാതെ നിയമപ്രകാരമല്ലാതെ ഒരാൾക്കും ഇളവ് കൊടുക്കാൻ പാടില്ല. അതാണ് നിങ്ങൾക്ക് തെറ്റിയത്. കാള പിറ്റു. അത് കുഞ്ഞിരാമൻ്റെ കാളിയാണെങ്കിൽ നോക്കാം, കുഞ്ഞിക്കോരൻ്റെ കാളിയാണെങ്കിൽ നോക്കണ്ട. ഇതാണ് നിങ്ങളുടെ ഒരു സമീപനം. അപ്പോൾ കുഞ്ഞിരാമൻ്റെ കാളിയായിപ്പോയി. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് നോയിക്കളിയാം. കാള പെറില്ല എന്നത് നിങ്ങൾ നോക്കുന്നില്ല. ഇതിലാകെ ഉണ്ടായ നടപടിക്രമം പോലീസിൻ്റെ അടുക്കുന്ന ചില ഇൻഫർമേഷൻ ശേഖരിക്കലാണ്. ഇത് ഒരു ശുപാർശയുമല്ല. പക്ഷേ നിങ്ങൾ ഉടൻ തന്നെ എഴുതി, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ജയരാജൻ മരിച്ചു എന്ന് ഈ പറയുന്ന ഗണത്തിൽപ്പെടുന്ന മാധ്യമങ്ങളിൽ വാർത്ത വന്നാൽ അപ്പോൾ നിങ്ങൾ 9447083325 എന്ന ആ ഫോണിൽ വിളിച്ച് ഉറപ്പ് വരുത്തണം. ഞാൻ ജീവിച്ചിരിക്കേണ്ടത് ഞാൻ തന്നെ മറുപടി പറയും. അപ്പോൾ ഭയപ്പെടണം. എൻ്റെ ഒരു അനുഭവം പറയുക, അത് തന്നെയാണ് നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം. ഞാൻ MLA ആയിരുന്നു, CPI സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. മാതൃഭൂമിയിൽ ഒരു ദിവസം മുൻ പേജിൽ തികച്ചും ഒരു വ്യാജ വാർത്ത വന്നു. വാർത്ത വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം മാതൃഭൂമിയുടെ ഇവിടുത്തെ അന്നത്തെ മാനേജർ രവീന്ദ്രനാഥും അന്നത്തെ ന്യൂസ് എഡിറ്ററും വീട്ടിൽ വന്നു. ഞാൻ മാതൃഭൂമി കണ്ടിരുന്നില്ല രാവിലെ. അപ്പോൾ ഇവർ പറഞ്ഞു അന്ന് കണ്ടിരുന്നില്ല, പിറ്റേന്നാണ് കണ്ടത്. പിറ്റേന്നല്ല, വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞു നിങ്ങളെപ്പറ്റി ഒരു വാർത്ത വന്നിട്ടുണ്ട്, അത് ഞങ്ങൾ നിഷേധിച്ച് വാർത്ത കൊടുക്കുന്നു. ഞാൻ പറഞ്ഞായിക്കോട്ടെ. പിറ്റേന്ന് വാർത്ത വന്നു, ഒരു ചരമ വാർത്തേൻ്റെ തൊട്ട് താഴെ MV ജയരാജൻ എന്ന് പറഞ്ഞിട്ട് വാർത്ത നിഷേധിക്കുന്നു. അപ്പം അത് സംബന്ധിച്ച് എന്നെ ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞല്ല നിങ്ങൾ മരിച്ചോ. ഞാൻ ചോദിച്ചത് ഇതല്ല, നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ഞാൻ മരിച്ചോ എന്ന് തന്നെ ഞങ്ങൾ ചോദിക്കുന്നത്, എന്തൊരു കഥയായത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മാതൃഭൂമി എടുത്ത് നോക്ക് എന്നുപറഞ്ഞാൽ മരിച്ചയാളുടെ ചിത്രം, മരിച്ചയാളുടെ വാർത്ത, അതിൻ്റെ താഴെ MV ജയരാജൻ എന്നുള്ള തലക്കെട്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു തലക്കെട്ട് മാത്രം നോക്കുന്ന ഒരാൾക്ക് ജയരാജൻ മരിച്ചു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അതേ അതിന് മറുപടിയുള്ളൂ. ഇങ്ങനെയുള്ള അത് മനു തോമസിൻ്റെ വാർത്ത കൊടുത്തതിനും ബാധകമാണ്. ഇന്നിപ്പം മനോരമേൻ്റെ മുൻ പേജിൽ എന്താ പുറത്താക്കി, മാതൃഭൂമിയുടെ മുൻ പേജിൽ എന്താ പാർട്ടി വിട്ടു. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വ്യാജ വാർത്തകൾ എങ്ങനെയാണ് എന്നുള്ളത്. അവരവർക്ക് തോന്നിയ മാതിരി എന്നെ ചിലർ വിളിച്ചു, നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്, അത് തിരുത്താൻ നിങ്ങൾക്ക് വിഷമമായിരിക്കും, കാരണം കൊടുത്തുപോയത് തിരുത്താൻ ജീവിതത്തിൽ ഇതുവരെ തിരുത്തുന്നുണ്ട് എന്നെ ചെയ്ത മാതിരിയായിരിക്കും ചെയ്യുക. ഏത് അതിൻ്റെ താഴെ ചരമക്കോളത്തിലോ ഇവൻ മരിച്ചുപോയി എന്ന് കരുതിക്കോട്ടെ എന്ന് കരുതിയിട്ടുള്ള മനസ്സോടുകൂടി കൊടുക്കുന്ന വാർത്തകൾ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് തിരുത്താൻ കഴിയില്ല. പക്ഷേ ഇതാണ് സത്യം. ആ സത്യം മനസ്സിലാക്കാതെ നിങ്ങൾ വാർത്തകളുമായിട്ട് കൊടുത്തിട്ട് വല്ല കാര്യവും. അപ്പോൾ ഒരാളെ പുറത്താക്കിയിട്ടുമില്ല, ഒഴിവാക്കിയിട്ടുമില്ല. ഒഴിവായതാണ് ഭരണഘടന 7 പ്രകാരമുള്ള കാര്യമാണ്. അത് മാത്രമേ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ വീണ്ടും പറഞ്ഞിട്ട് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയും ചെയ്യുക, എന്നിട്ട് നമ്മളെ ചെലവിലങ്ങ് കൊടുക്കുകയും ചെയ്യണ്ട. ശരി. തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനൊക്കെ വിമർശനങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാവുന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ അത്തരത്തിലുണ്ടായെന്നാണ് പലപ്പോഴായി പുറത്തേക്ക് വരുന്നത്. എനിക്കെതിരെ വന്ന വിമർശനങ്ങൾ കാണാതെ പോയത് മഹാ കഷ്ടമായിപ്പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീവനുള്ള പാർട്ടിയാണ്.
എനക്കടക്കം എതിരെ വിമർശനം വന്നിട്ടുണ്ട്. ആ എല്ലാ നല്ല വിമർശനങ്ങളെയും പാർട്ടി സ്വാഗതം ചെയ്യും. സംഹാരപരമായ വിമർശനങ്ങളെ തള്ളിക്കളയും.